ഇപ്പം മഹാരാഷ്ട്രയിൽ പോയാൽ കാണാൻ പറ്റിയ കുറച്ച് അടിപൊളി സ്ഥലങ്ങൾ പരിചയപ്പെടുത്താം. പൂനെ ടു പൂനെ ഒരു റൗണ്ട് ട്രിപ്പാണ് കേട്ടോ. പൂനെയിൽ നിന്ന് ആദ്യം ബൈക്ക് റെന്റ് എടുക്കുക. കാരണം ഈ വഴിക്ക് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആശ്രയിക്കുകയേ വേണ്ട. മഹാഡ് മാപ്പിട്ട് നേരെ റൈഡ് തുടങ്ങിയാൽ താമിനിഘട്ടിന്റെ വിശാലമായ ഒരു കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നേരെ അങ്ങനെ സട്സഡ എന്ന വാട്ടർഫോൾ എത്താം. ഒരു ഹാഫ് ആൻ അവർ ട്രക്ക് ഉണ്ടാവും സട്സഡ വാട്ടർഫോൾ എൻജോയ് ചെയ്തിട്ട്. തൊട്ടടുത്ത് തന്നെയുള്ള നാനമിച്ചി വാട്ടർഫോളും ഒരു ഗ്രേറ്റ് ഡീലാണ് കേട്ടോ. മൺസൂണും കാടും വാട്ടർഫോളും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു വാട്ടർഫോളാണ് നാനമിച്ചി. വൈകുന്നേരം തിരിച്ചിറങ്ങി വില്ലേജിൽ ഒരു സ്റ്റേ എടുത്ത് നമ്മുടെ യാത്രയുടെ ഡേ 1 വൈൻഡപ്പ് ചെയ്യാം. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. ബാക്കി അടുത്ത വീഡിയോയിൽ. ബൈ ഫ്രം മുസാഫർ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡേ 1 നാനേവിച്ച് വാട്ടർഫോളിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ റായ്ഗഡ് ഫോർട്ടിലേക്ക്. റായ്ഗഡ് ഫോർട്ട് ശിവാജി മഹാരാജാവ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജഭരണം ഏറ്റെടുത്ത ഒരു സ്ഥലവും കൂടാണ് കേട്ടോ. ട്രക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വൺ സൈഡ് ഒരു 2 hours എടുത്ത് നടന്ന് കയറാം. വൺ സൈഡ് നടന്ന് തന്നെ കയറണം കേട്ടോ. അത്രക്ക് കാണാനുണ്ട് ഇവിടുത്തെ ആ ലാൻഡ്സ്കേപ്പ്. തിരിച്ചിറങ്ങാൻ മസ്റ്റായിട്ട് ഈ കേബിൾ കാർ നിങ്ങൾ യൂസ് 200 rupeesന് വാട്ടർഫോളിൻ്റെ ഇടയിൽ കൂടെ ഇത്ര ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് കോടമഞ്ഞിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുന്നൊരു കേബിൾ കാർ റൈഡ് ഇന്ത്യയിൽ വേറുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്.